ഹലോ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോണത് എങ്ങനെയാണ് എലേറ്റർ വെച്ച് പറക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് എലേറ്ററിനെ പറ്റി എല്ലാം ഇതിൽ പറഞ്ഞു തരുന്നതാണ്. ആദ്യം എലേറ്റർ എങ്ങനെ കിട്ടണ്ടേന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് വേണ്ടതാണ് IO-ഫണ്ടർ. ഈ IO-ഫണ്ടർ കിട്ടാൻ ഒരാളെ കൊല്ലണം. നെതറിലൊരു വാർപ്പഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ബയോം കിട്ടും, ഒരു തരം പച്ച കളർ ബയോം. അവിടെ ഒരുത്തനുണ്ടാവും, അവനാണ് എൻഡർമാൻ. അവനാണ് എനിക്കിപ്പോൾ കാണിച്ചു തരാം. ഇവനെ കൊല്ലുമ്പോൾ ചിലപ്പോൾ ഒരു എൻഡർ പേളിനുള്ള സാധനം ഡ്രോപ്പ് ചെയ്യും. ഇവനെ കൊല്ലാൻ നിങ്ങൾ ഇതിൻ്റെ മേളിലൊരു ബ്ലോക്ക് വെച്ചിട്ട് താഴേക്ക് കൊല്ലുക. ഇവൻ്റെ കണ്ണിലേക്ക് ഒരിക്കലും നോക്കരുത്. ഇവൻ നല്ല അങ്ങനെ ഒന്ന് അടിക്കും. നിങ്ങൾ കണ്ണിലേക്ക് കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ എടുക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് ഒരു ബ്ലേസ്. ഈ ബ്ലേസിന് കൊല്ലുമ്പോൾ നമുക്കൊരു സാധനം കിട്ടും, അതാണ് ബ്ലേസ് റോഡ്. ഇതാണ് ആ സാധനം. പിന്നെ എൻഡർ പേള് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് എൻഡർ പേള്. ഇത് എന്നിട്ട് ഇത് രണ്ടും ബ്ലേസ് റോഡ് വേണമെങ്കിൽ കാണിച്ചു തരാം. അതിങ്ങനെ ആക്കുമ്പോൾ ഒരു ബ്ലേസ് പൗഡർ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതും ഇതും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് IO-ഫണ്ടർ എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഇത് വെച്ചിട്ടാണ് നമുക്ക് പറഞ്ഞത്. വാർപ്പഡ് ഫോറസ്റ്റ് എങ്ങനെ ഇരിക്കണ്ടേന്ന് കാണിച്ചു തരാം. ഈ ടൈപ്പ് ഉള്ളൊരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ അത് വാർപ്പഡ് ഫോറസ്റ്റാണ്. അവിടെ ഈ എൻഡർമാൻ എന്ന് പറയുന്ന സാധനം പോകണം. അവന്മാരെ കൊന്നാലാണ് നമുക്ക് ഈ സാധനം കിട്ടേണ്ടത്. ഇനി പോർട്ടൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് എറിയുമ്പോൾ അതൊരു സ്ഥലത്തും ഒരു മിനിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ സാധനം എറിയുമ്പോൾ ഇതൊരു സ്ഥലത്തിലേക്ക് പോകും. ഇപ്പോൾ അവിടെ കണ്ടില്ലേ, അതിൻ്റെ നേരെ പോകണം. ഇത് നേരെ പോകുമ്പോൾ ചിലപ്പോൾ ഇത് ഓരോരോ വശങ്ങളിലേക്ക് തിരിഞ്ഞ് പോകും. അതിൽ കൂടെ പോകുമ്പോൾ ഈ സാധനം ഈ എൻഡർപ്പേൾ കണ്ടോ, ഇതിങ്ങനെ അടിയിലേക്ക് പോകും. അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം അതിൻ്റെ താഴെയാണ് എൻ്റെ പോർട്ടൽ ഇരിക്കുന്നതെന്നാണ്. ഇനി അത് കിട്ടിയിട്ട് കാണാം. പിന്നെ ഒരു വില്ലേജ് കിട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് പോർട്ടൽ സ്പോൺ ആവുന്ന ചാൻസ് ഇച്ചിരി കൂടുതലാണ്. നമുക്കിത് എറിഞ്ഞ് നോക്കാം. കണ്ടോ, ഇത് അടിയിലേക്ക് പോകണുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ പോർട്ടലുണ്ട്. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുഴിച്ച് നിങ്ങൾ സർവൈവലായിരിക്കും കുഴിക്കണേ. അപ്പോൾ അതിൽ കുഴിക്കുമ്പോൾ ഇതുപോലെ കുഴിക്കണം. ഇതുപോലെ കുഴിച്ചതിന് കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ കേവുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെയാണ് കുഴിക്കാൻ പോകുന്നത്. എന്തായാലും പോർട്ടൽ കിട്ടിയിട്ട് കാണാം. നമുക്കിത് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ ആ സാധനം കണ്ടുപിടിക്കണം. അതാണ് ഏറ്റവും വലിയ പണി. അത് കണ്ടുപിടിക്കുക, ഇത് എവിടെയെങ്കിലും കാണും. എന്നിട്ട് ഈ IO-ഫണ്ടർ വയ്ക്കണം. ആ സാധനം കിട്ടിയിട്ട് കാണാം. പിന്നെ ഇതാണ് എൻ്റെ പോർട്ടൽ. ഇതിങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഇതിൽ 2-3 സ്പോൺ ഉണ്ടാവും. എനിക്കിപ്പോൾ 2 എണ്ണമാണ് കിട്ടിയേക്കണത്. ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുമാണ്, കാരണം ഇത് എവിടെ ഇരിക്കണേന്ന് പോലും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ 2 എണ്ണം ഇതൊക്കെ ഇവിടെ വെക്കണം. ഇതുപോലെ ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് പോകണം. ഇവിടെ നല്ല റയർ, അത് ഏതൊക്കെയോ സീഡുകളിൽ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോർട്ടൽ പോകണം. ഇത് നമ്മൾ പോകണം വേറെ ഒരു ഡയമെൻഷനിലേക്കാണ്. അതാണ് അവിടെയാണ് എൻഡർ ഡ്രാഗൻ ഇരിക്കുന്നത്. അവനെ കൊന്നൊരു സ്ഥലത്തുമായിട്ടാണ് എലേറ്റർ ഒപ്പിക്കുന്നത്. എൻഡർ ഡ്രാഗനെ കൊല്ലാനൊരു ടെക്നിക്ക് ഉണ്ട്, അത് വേണമെങ്കിൽ ഇതിൽ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും ആൾക്കൊള്ളാണ്, അല്ലെങ്കിൽ ഒരു കൂടിൻ്റെ അകത്തായിരിക്കും. കൂടത്താണ് നല്ല ഉപകാരമാണ്. ഈ പറന്ന് നടക്കണ ഒരു ഡ്രാഗൺ കണ്ടോ, ഇവനാണ് എൻഡർ ഡ്രാഗൻ. പിന്നെ ഇതിൽ കൂടെ ഒരു പില്ലർ കണ്ടോ, പില്ലറിൻ്റെ അകത്ത് ഈ സാധനം, ഇതാണ് എൻ്റെ ക്രിസ്റ്റൽ. ഇതൊക്കെ പൊട്ടിക്കണം. ഇതിൽ നിന്നാണ് അവൻ ഹീലാവുന്നത്. ഈ സാധനം പൊട്ടിച്ചില്ലെങ്കിൽ അവൻ എന്തായാലും അവൻ എന്തായാലും ഹീലാവും. എന്നിട്ട് ആ ടെക്നിക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് പൊട്ടിക്കാൻ നമ്മൾ ഇതിൽ കൂടെ പില്ലർ ചെയ്ത് കയറിയിട്ട് ഇതിങ്ങനെ 2 എണ്ണം പൊട്ടിക്കണം. അതായത് ബ്ലോക്ക് വെച്ച് മേളിലേക്ക് വിട്ട് എന്നിട്ട് ഇതിങ്ങനെ വിളിക്കണം. ഇത് ക്രിയേറ്റീവായി വിളിക്കാൻ പാട്, അല്ലായിരുന്നെങ്കിൽ അവൻ ഇതിൽക്കൂടെ ഇതുപോലെയൊക്കെ പോകുമ്പോൾ നമ്മളത് ഇതിപ്പോൾ ഇതിലൊരു സാധനം പോയതുണ്ടോ, അത് അവൻ ഹീലാവണേ. ഇതൊക്കെ പൊളിച്ചാൽ നമുക്ക് അവനെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും.
ആ ഇത് നമ്മളിനി എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് താഴെ പോയിട്ട് ബെഡ് ഒരു വഴിയുണ്ട്, ബെഡ് വെച്ച് കൊല്ലണം. അത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഒബ്സീഡിയൻ വേണം. ഇവിടെ ഇങ്ങനെ വെക്കണം, ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഒരു ബെഡ് വെച്ചാണ് ഞാൻ കൊല്ലണത്. ഇത് കൊല്ലണം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം. ബാക്കി ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ കൊന്നിട്ട് കാണാം. നമ്മളുടെ എൻഡർ ഡ്രാഗനെ കൊന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ ക്ലിപ്പാണ്. ശരിക്കും നമ്മൾ എൻഡർ ഡ്രാഗനൊക്കെ കൊല്ലാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ഇവനെ കൊന്നു കഴിയുമ്പോൾ ഇവിടെ പോകണം. പിന്നെ ബ്ലേസിനെ എവിടെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കൊല്ലുമ്പോൾ കുറേ എക്സ്പീം ഫോണാവും. പിന്നെ ഇതിൻ്റെ മേളിൽ ഡ്രാഗൻ്റെ എഗ്ഗും ഉണ്ടാവും. ഇതാണ് ഡ്രാഗൻ്റെ എഗ്ഗ്. ഞാൻ കൊണ്ട് വലിയ പോയാൽ ഇത് ഒരെണ്ണ ഈ വേൾഡിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഇവനെ കൊല്ലുമ്പോൾ കുറേ എക്സ്പീം കിട്ടും. പക്ഷേ ഈ എഗ്ഗ് ഇവിടെ പോയി കഴിഞ്ഞാൽ സീനാണ്. കാരണം നമ്മുടെ ബെഡ്റൂമിൽ ആ എഗ്ഗ് മേളിലേക്ക് കഴിഞ്ഞാൽ ഡീസ്പോൺ ആയിപ്പോൾ ജാവല പ്രശ്നമില്ല. പിന്നെ ഇവനെ കൊല്ലുന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോർട്ടലിടും. പിന്നെ നമുക്ക് ബ്ലേസിനെ എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ നെതർ ഫോർട്രസ് എന്ന് പറഞ്ഞ സാധനം, ഒരു ബിൽഡിങ് പോലത്തെ ഒരു തരം കറുത്ത കളർ അവിടെ അവനുണ്ടാവും. അവൻ നല്ല ഡേഞ്ചറാവൻ, നല്ല പവർഫുൾ അവൻ. ഇത് നമ്മളിങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് വരുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണം. പിന്നെ ഈ എൻഡിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് മാക്സിമത്തിലിടണം. നമുക്ക് ഇടാൻ പറ്റുന്നതിന് അത്ര ഇടണം. പിന്നെ നമ്മൾ നൈറ്റ് വിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ റെൻഡർ ഡിസ്റ്റൻസ് ഇടാൻ പറ്റാത്തവங்க ഇതിക്കടൊക്കെ ചുമ്മാ കറങ്ങി കിട്ടും. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതാണ് ഈ സ്ഥലത്ത് കോർഡിനേറ്റ്സ് ഇത് ഓർത്ത് വെക്കണം. കാരണം നമുക്ക് എൻഡിസിറ്റി പറഞ്ഞു തരുന്നില്ല, തൊട്ടടുത്ത് അതിൻ്റെ എൻഡിസിറ്റി ഉണ്ട്. ഇതാണ് ഇതിനകത്തൊരു കുറേ ആൾക്കാരാണ്. അവന്മാരാണ് ഷൾക്കർ. അവന്മാരാണ് ഈ കാണിച്ചു തരാം. ഈ ഇരിക്കണം ഇവന്മാർ നമ്മൾ ഇടിച്ച് പറപ്പിക്കും. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കുറേ ലൂട്ടൊക്കെ കിട്ടും. നമുക്ക് മെയിനായിട്ട് പോകേണ്ടത് ഇതിനകത്താണ്. ഇതിൻ്റെ അകത്ത് കണ്ടോ നമുക്കൊരു ഡ്രാഗൻ്റെ ഹെഡും കിട്ടും. അത് നമുക്ക് തലയിൽ വയ്ക്കാൻ പറ്റിയ നല്ല റെയർ ഐറ്റമാണ്. പിന്നെ ഇവിടെ ഒരു ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് പോർഷൻ കിട്ടും. ഇത് നമുക്ക് ഹെൽത്തൊക്കെ റീജൻ ചെയ്യാനെങ്ങാണ്ട് ഉപയോഗിക്കണേ. പിന്നെ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവനെ കൊന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറേ നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ഇതിപ്പോൾ കണ്ടത് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടണമെന്ന് നല്ല ഇൻസ്റ്റാൻറ്റ് നല്ല തിളങ്ങണ സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ മെയിനായിട്ട് എലേട്ര ഇനി എടുക്കുക. നമ്മളൊരു കൈ മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് എലേട്ര കയ്യിലേക്ക് കിട്ടില്ലേ. ഇത് ക്രിയേറ്റീവ് ആയതുകൊണ്ടാണ് കിട്ടാത്തത്. ഇനി എലേട്ര എങ്ങനെ കിട്ടേണ്ടതെന്ന് എനിക്ക് മനസ്സിലായല്ലോ. ഇനി എലേട്ര വെച്ച് എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മുടെ വേൾഡിലേക്ക് പോവാം. നമ്മൾ സ്പോണിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ സ്പോണിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്പോൺ. നമ്മുടെ എൻഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ റീസ്പോൺ ആകുമ്പോൾ നമ്മുടെ സ്പോണിലായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചിലപ്പോൾ ഒരു ബെഡ് വെച്ചിട്ട് നമ്മുടെ റീസ്പോൺ സെറ്റ് ചെയ്യുക. ബെഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ റീസ്പോൺ സെറ്റ് ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പോൺ ആകുമ്പോൾ നമ്മുടെ സ്പോണിലായിരിക്കും. ഇനി എങ്ങനെയാണ് എലേട്ര വെച്ച് പറക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. നമുക്ക് ഇനി ഇവിടെ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ, ഇവിടെ നിന്ന് എങ്ങനെ പറക്കേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് അതിന് വേണ്ടതാണ് റോക്കറ്റ് ഒപ്പിക്കാനായിട്ട് നമുക്കില്ലേ ഷുഗർ കെയിൻ വേണം. ഷുഗർ കെയിൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ, ഇതാണ് ഷുഗർ കെയിൻ. ഇതും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ആ റോക്കറ്റ്. ഇല്ല കേട്ടോ, ഇത് വളർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ച് പേപ്പർ ഉണ്ടാക്കണം. പേപ്പർ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് പേപ്പർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ വെച്ചാൽ നമുക്ക് പേപ്പർ കിട്ടും. പിന്നെ നമുക്ക് ഇത് കിട്ടാൻ എന്തായാലും അതിൻ്റെ ഗൺ പൗഡർ കിട്ടാനായിട്ട് ഗൺ പൗഡറിന് സാധനം വേണം. അതിന് വേണ്ടിയിട്ട് ഇവനെ കൊന്നാൽ നമുക്ക് ഗൺ പൗഡർ കിട്ടും. ഗൺ പൗഡർ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഗൺ പൗഡർ. ഈ രണ്ട് സാധനവും കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടും റോക്കറ്റ്. നമുക്ക് ഇനി ഇതും കൊണ്ട് എങ്ങനെയാണ് ഇച്ചിരി ഉയരത്തിൽ നിന്ന് എങ്ങനെ പറക്കേണ്ടതെന്ന് കാണിച്ചു തരാം.
സർവൈവലിലേക്ക് ഇടട്ടെ അത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഇതുപോലെ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്തിട്ട് ഞെക്കി പിടിക്കണം. അങ്ങനെ ചെയ്താൽ നമ്മൾ വറക്കും. പിന്നെ ഇത് ലാൻഡ് ചെയ്യാൻ ഇച്ചിരി ഇങ്ങനെയാണെന്ന് വെക്കുക, നമ്മുടെ സ്ക്രീൻ കണ്ട് ഇങ്ങനെ ഇട്ട് കറക്കിയത്. അപ്പോൾ പതിയെ കറക്കി നമ്മൾ സേഫ് ലാൻഡിങ് ചെയ്യും. വേണമെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട്. ഇങ്ങനെ തെറ്റിപ്പോയി, ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ നിൽക്കണം. ഇങ്ങനെയൊക്കെ കൊണ്ടിരിക്കും. അത് ഇച്ചിരി ഡേഞ്ചറായിട്ടുള്ള പരിപാടിയാണ്. ഇത് പഠിക്കാൻ എനിക്ക് 1 വർഷം എടുത്തു. എലക്ട്രിക് പഠിക്കാൻ മാസങ്ങളെടുത്തു എനിക്ക്. ഇച്ചിരി പാടായിരിക്കും. പിന്നെ ഇങ്ങോട്ട് സിമ്പിൾ. ഇങ്ങനെ എങ്ങനെയാണ് ഇത് നെക്കി പിടിക്കണം. ഈ ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെയാണ് ലോഞ്ച് ആവണേന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലം കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ കൂടെ ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് ഞെക്കി പിടിക്കണം ഇങ്ങനെ. അപ്പോൾ നമ്മൾ പറക്കും. പിന്നെ എലിവേറ്റർ എങ്ങനെ നന്നാക്കണേന്ന് വേണമെങ്കിൽ പറഞ്ഞു തരാം. എലിവേറ്റർ നന്നാക്കാൻ ആദ്യം വേണ്ടത് ഒരു ആൻവില്ല് വേണം. ആൻവില്ലും ഫാൻറ്റം മെമ്മറൈൻ എന്ന് പറയുന്ന സാധനം വേണം. എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ ചോദിച്ചത്, നമ്മളൊരു ആൻവിൽ ഡാമേജ് എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ആൻവിൽ എടുക്കണം. എന്നിട്ട് ഇവിടെ അതും പിന്നെ നമ്മുടെ ഇതും എടുക്കണം. ഇത് ഇവിടെ വെച്ച് കണ്ടോ, നമ്മുടെ എലക്ട്ര മെൻ്റായി കിട്ടിയില്ലേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് എലക്ട്രയിൽ അൺബ്രേക്കൻ 3 മെൻഡിങ്ങും എന്തായാലും ആഡ് ചെയ്യണം. ഇത് അൺബ്രേക്കൻ 3 മെൻഡിങ്, ഈ 2 സാധനം ഇതിലിങ്ങനെ ആഡ് ചെയ്യണം. ഇതിന് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന XP സാധനം വലിച്ചെടുത്തിട്ട് നമുക്ക് ഈ സാധനം ഓട്ടോമാറ്റിക്കലി ബെൻഡ് ചെയ്ത് തരും. അതാണ് ഇതും കൊണ്ടുള്ള ഉപകാരം. ഇപ്പം നിങ്ങൾക്ക് എലക്ട്രയെ പറ്റി എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.